സങ്കീർത്തനം 30:11 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. അവിടുന്ന് എൻ്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി, എന്നെ ചാക്കുവസ്ത്രം അഴിച്ച് ആനന്ദമണിയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിലാപത്തെ ആനന്ദമാക്കി മാറ്റുന്ന, രോഗത്തെ സൗഖ്യമാക്കി മാറ്റുന്ന കർത്താവിൻ്റെ വീര്യ പ്രവൃത്തികളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് അടുത്ത നിമിഷങ്ങളിൽ. തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ കർത്താവിൻ്റെ വിസ്മയകരമായ പ്രവൃത്തികൾ ഇവിടെ പങ്കുവയ്ക്കുന്ന നിമിഷങ്ങളാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഈ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് ബ്രദർ സജി ചെറുവള്ളത്ത്, പാലാ രൂപതയിലെ അറക്കുളം സ്വദേശിയാണ്. അദ്ദേഹം കഴിഞ്ഞ അനേക വർഷങ്ങളായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്നു. ജീസസ് യൂത്തിലും അതുപോലെ കുടുംബങ്ങളുടെ ശുശ്രൂഷകളിലും മിനിസ്ട്രികളിലുമൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന സഹോദരനാണ്. നമുക്ക് അദ്ദേഹത്തിലൂടെ തൻ്റെ അനുഭവ സാക്ഷ്യം കേട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്പർശിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Praise the Lord. Hallelujah. എൻ്റെ ഒരു ശാലോം അനുഭവം പറഞ്ഞ് ആരംഭിക്കാം. പണ്ട് ശാലോം ആരംഭിച്ച കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു. ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലെ ചില മെമ്പേഴ്സിനോടൊക്കെ ഞാൻ പറയുകയും ചെയ്തു, നമുക്ക് ശാലോമിൽ ഒരു പിക്നിക്കെങ്കിലും പോകണ്ടേ, ഇതുപോലെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു വലിയൊരു സംവിധാനം അവിടെ നമുക്കൊന്ന് പോയി കാണണ്ടേ. ആരും റെസ്പോണ്ട് ചെയ്തില്ല. ഈ മനസ്സിലെ ഈ ആഗ്രഹം ഇങ്ങനെ സൂക്ഷിച്ചു. എന്നാൽ കർത്താവ് കഴിഞ്ഞ ജനുവരി 4 കർത്താവ് വിളിച്ച് ഈ ശാലോമിനെ എല്ലാവരെയും കാണിച്ചു തന്നു. 200 പേർക്കൊരു 1 day സെമിനാർ കൊടുക്കാൻ കർത്താവ് ഇവിടെ വിളിച്ച് ഒരു വലിയ അനുഗ്രഹം എനിക്ക് തന്നു. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ആഗ്രഹം കർത്താവിൻ്റെ മുമ്പിൽ ഉയർത്തിയിട്ട് അവന് സമയം കൊടുത്ത് കാത്തിരിക്കണം. അവൻ്റെ സമയം കൊടുത്ത് കാത്തിരിക്കുമ്പോൾ അവൻ അതിൻ്റെ പെർഫെക്ഷനിൽ ഉത്തരം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ഒരു ഉദാഹരണം പറഞ്ഞതാ. അങ്ങനെ അനവധി ഉദാഹരണം എൻ്റെ ജീവിതത്തിലുണ്ട്. അവനോടൊരു കാര്യം പ്രാർത്ഥിച്ചാൽ അവൻ വിശ്വസ്തന്, അവൻ മറന്നൊന്നും പോകത്തില്ല. കാത്തിരിക്കണം. വെറുതെ ഒരാഗ്രഹമായാലും അത് അവൻ ഇഷ്ടപ്പെട്ട അവൻ അതിന് മറുപടി തരും. ഞാൻ ഈ നൈറ്റ് വിജിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ഈ വേദിയിൽ ഒന്ന് പ്രസംഗിക്കണം. അത് വേണ്ട ഈശോയെ, ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ അഹങ്കാരമായി പോവും, ക്ഷമിക്കണം ഈശോ എന്ന് ഞാൻ പറഞ്ഞു. ഇതാ കർത്താവിന് അത് അഹങ്കാരമായി തോന്നിയില്ല. ഈശോ ഉടനെ ഉത്തരം തന്നു. ഈ വേദിയിൽ വന്ന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും തൻ്റെ ജനത്തോട് പ്രഖ്യാപിക്കാൻ അവൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. നന്ദി പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കർത്താവേ, ഈ നിമിഷം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ജനത്തെയും സമർപ്പിക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങ് ചെയ്ത വലിയ കാര്യങ്ങൾ ഈ മക്കളോട് പ്രഘോഷിക്കുമ്പോൾ അങ്ങ് തന്നെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ കരുണയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. പിതാവേ, അങ്ങേക്ക് നന്ദി. പുത്രനായ യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ ഒരു പ്രഘോഷണത്തെ, സാക്ഷ്യത്തെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. അമ്മ കൂടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, അമ്മയുടെ കാപ്പൻ കീഴിൽ കാത്തുകൊള്ളണമേ. എന്നെയും എന്നെ കേൾക്കുന്ന എല്ലാ ജനത്തെയും അമ്മയുടെ ഹൃദയത്തിൽ, അമ്മയുടെ വിമല ഹൃദയത്തിൽ കാപ്പൻ കീഴിൽ അമ്മ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. എൻ്റെ ആദ്യമായിട്ടുള്ള ഒരു ദൈവ അനുഭവം എന്ന് പറയുന്നത്, ചങ്ങനാശ്ശേരി SB കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും ആ ധ്യാനത്തിൽ വെച്ച് ഒരു പരിശുദ്ധാത്മാ അഭിഷേകമുണ്ടായി. അങ്ങനെയൊന്നും ഞാൻ ആ കാലത്ത് കേട്ടിട്ടേ ഇല്ല. 79-80 അക്കാഡമിക് ഇയറാണ്. അങ്ങനെ ഒന്ന് കേട്ടിട്ട് പോലുമില്ല. പരിശുദ്ധാത്മാഭിഷേകം ഒന്നും അറിയില്ല. പുതിയൊരു ധ്യാനം വന്നിട്ടുണ്ട്, ഒരു കരിസ്മാറ്റിക് ധ്യാനം.
അതിൽ പങ്കെടുക്കുന്നവരൊക്കെ വട്ടിളകുന്നു എന്നൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷേ മറ്റൊരു കാര്യം സംഭവിച്ചത്, ഡിഗ്രിക്ക് പഠിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഡിഗ്രിക്ക് ആദ്യമായിട്ട് വന്നു. അദ്ദേഹത്തിന് മലയാളം അറിയില്ല, ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. അദ്ദേഹം എല്ലാവരെയും നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പ്രൈസ് ഗോഡ് എന്ന് പറയും. അത് ഞങ്ങൾക്കൊരു അത്ഭുതമായിരുന്നു. ഇതെന്ത് സംഭവം? അയാൾ എല്ലാവരെയും നോക്കി പ്രൈസ് ഗോഡ് എന്ന് പറയാം. അടുത്ത വർഷമായപ്പോൾ അദ്ദേഹം ഞങ്ങളോടൊരു വലിയ സുഹൃത്ത് ബന്ധത്തിലേക്കൊക്കെ വന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞങ്ങളോട് പറഞ്ഞു. എൻ്റെ ജീവിതത്തിലെ മാറ്റത്തിന് അദ്ദേഹം ഒരു കാരണമാണ്. എൻ്റെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ കാരണം പറയുമ്പോൾ 3-4 പേരെ ഓർക്കാതിരിക്കാൻ മേല. ഒന്ന് ഈ സഹോദരനാണ്. മറ്റൊരാള് ഈ ധ്യാനം കൂടുന്നതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ ഒരു ഇടവ വികാരി അച്ഛനാ. കരിസ്മാറ്റിക് ധ്യാനം കൂടി പോലും അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇടവകയിലെ ചെറുപ്പക്കാരെ എല്ലാം വിളിച്ചിട്ട് ഓരോരുത്തരോട് സംസാരിക്കും. ഓരോരുത്തരെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹം ഓരോരുത്തരുടെ മേലെ കൈവച്ച് പ്രാർത്ഥിച്ചു വിടും. എൻ്റെ ഊഴം വന്നു. ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്കൊന്ന് കാണണം. ഫോൺ വിളിച്ച് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം എൻ്റെ മേലും കരം വെച്ച് പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് അദ്ദേഹം ചികഞ്ഞ് എൻ്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ഇതൊരു ആദ്യ അനുഭവം. പിന്നീടാണ് കോളേജിലെ ധ്യാനം. ഈ ധ്യാനത്തിന് മുമ്പാണ് ഈ രണ്ടാമത്തെ ആളുടെ അനുഭവം. അത് ഇയാൾ ബാംഗ്ലൂരിൽ എവിടെയോ താമസിക്കുന്ന ആളാണ്, അവിടെ സെറ്റിൽഡാണ്. ഇദ്ദേഹം ഈ കോളേജിൽ വന്ന് ചേരാനൊരു കാരണമുണ്ട്. അദ്ദേഹം കഞ്ചാവിനെല്ലാം അടിമപ്പെട്ട ഒരാളായിരുന്നു. വിഡ്രോവൽ സിംറ്റം ഉണ്ടായിരുന്നു. ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ട് ചികിത്സിച്ചു. യാതൊരു ഫലവുമില്ലാതിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ ആരോ ധ്യാനത്തിലേക്ക് നയിക്കുമ്പോൾ അദ്ദേഹം ധ്യാനത്തിന് കൂടാനുള്ള കണ്ടീഷൻ, അദ്ദേഹത്തിൻ്റെ പേരൻസ് വെച്ചൊരു കണ്ടീഷനാണ്, അയാൾക്ക് വിഡ്രോവൽ സിംറ്റം ഉണ്ട്, അയാൾ വയലൻ്റ് ആവും. അതുകൊണ്ട് കഞ്ചാവ് കൊടുത്തിട്ട് വേണം ധ്യാനത്തിൽ വരുത്താൻ. പല ധ്യാനഗുരുക്കന്മാർ സമ്മതിച്ചില്ല. ഒരു ധ്യാനഗുരു സമ്മതിച്ചു ഇവരുടെ അവസ്ഥ കണ്ടിട്ട്. പക്ഷെ ഗ്രൂപ്പിലിരുത്താതെ മാറ്റിയിരുത്തി. അദ്ദേഹത്തിന് സംഭവിച്ചത്, ഈ ധ്യാനം വന്ന് കൂടിക്കൊണ്ടിരുന്നപ്പോൾ ആന്തരിക സൗഖ്യത്തിൻ്റെ ആരാധനയുടെ സമയത്ത് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്നും ഒരു തീഗോളം പറന്നു വന്ന് അദ്ദേഹത്തിൻ്റെ ശിരസിൽ വീണു. അദ്ദേഹം ബോധം കെട്ടുപോയി. അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കഞ്ചാവിൻ്റെ വിഡ്രോവൽ സിംറ്റം പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മാന്യ അദ്ദേഹമാണ് കോളേജിൽ വന്നിട്ട് എല്ലാവരോടും പ്രൈസ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നടക്കുക. അദ്ദേഹം കോളേജിൽ ഒരു ധ്യാനം അറേഞ്ച് ചെയ്തു. ഈ ധ്യാനത്തിലാണ് ഞങ്ങൾ പങ്കെടുക്കുന്നത്. ഈ ധ്യാനത്തിലാണ് എനിക്ക് പരിശുദ്ധാത്മ അഭിഷേകം ഉണ്ടായത്. എനിക്കന്ന് കേട്ടിട്ടേ ഇല്ല. ഈ മാത്യൂസ് ജേക്കബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മാത്യൂസ് ജേക്കബിൻ്റെ ഈ അനുഭവം വെച്ചാണ് പരിശുദ്ധാത്മാവ് എന്നൊന്ന് ഒരാൾ ഉണ്ട് എന്ന് ആദ്യമായിട്ടൊരു അറിവ് ആ കാലത്ത് കിട്ടുന്നത്. പരിശുദ്ധാത്മാവ് ഒരു കഥ മാത്രമാണ് ബൈബിളിൽ എന്ന് ഞാൻ ഓർത്തിരുന്നു ആ കാലത്ത്. ഇപ്പം അല്ല. എന്നാൽ ഇത് പരിശുദ്ധാത്മാഭിഷേകം ഒരു തീജ്വാല പോലെ ശിരസിൽ വീണ ഒരു മകൻ. അന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു കോറലുണ്ടായി, ഒരു ചിന്തയുണ്ടായി. ഈ പരിശുദ്ധാത്മാവിന് എനിക്കും വേണമെന്നൊരു ചിന്ത. അതാണ് ധ്യാനത്തിൽ എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം പാശാവരത്തോടുകൂടി അടയാളത്തോടുകൂടി ഒരു അഭിഷേകം. അന്നാണ് ഞാൻ സമ്മതിക്കാൻ തുടങ്ങിയത്, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും പ്രവർത്തനനിരതനായ ലോകത്തിലുണ്ടെന്ന്, ഇത് അവന് എൻ്റെ മേലുണ്ടെന്ന് ഞാൻ അറിയാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു മാറ്റം. പക്ഷേ പിന്നെയും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാത്യൂസ് ജേക്കബ് എല്ലാ ആഴ്ചയും പ്രാർത്ഥനാ ഗ്രൂപ്പ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിന് വിളിക്കാൻ വരും. അപ്പോൾ ഒളിമാറാൻ നോക്കും. അദ്ദേഹം വളരെ സമയം നേരത്തെ തന്നെ വന്നിട്ട് ഓരോരുത്തരെയും പിടിച്ചുകൊണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുപോകും. എന്നെയും വിളിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ കൊണ്ടുകൊണ്ടേയിരിക്കും. ഞാൻ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് പോകുമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബോയ്സ് മാത്രമുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പുറകിലിരുന്ന് പോലും ഒരു വാക്ക് പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത ഒരാളായിരുന്നു ഞാൻ. അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ സാധിക്കുമായിരുന്നില്ല. ഒരു ദിവസം അദ്ദേഹം എറണാകുളത്ത് ഒരു യൂത്ത് ലീഡർഷിപ്പ് ക്യാമ്പുണ്ട്, വരണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാനൊരു ആരും ശ്രദ്ധിക്കപ്പെടാതെ ബോർഡിങ്ങിലും ഹോസ്റ്റലും ഒക്കെ വളർന്നു വന്ന ഒരാളാണ്. എൻ്റെ ജീവിതം മുഴുവൻ കോളേജിലായിരുന്നു. കോളേജിൽ ബോർഡിങ്ങിലും ഹോസ്റ്റലൊക്കെ, സ്കൂളിൽ ബോർഡിങ് ഹോസ്റ്റൽ, സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ ഞാൻ ബോർഡിങ്ങിലാണ്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എങ്ങനെ ഇരിക്കും ഒരാൾ. എൻ്റെ മാറ്റത്തിന് മറ്റൊരു പ്രധാന കാരണക്കാരി എൻ്റെ അമ്മയാണ്. ഞാൻ ധ്യാനം കൂടാൻ പോവുകയാണ്, ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നില്ല, ധ്യാനം കൂടിയിട്ടേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ എഴുത്ത് എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്ന ദിവസം, അമ്മ 7 9 ഞാൻ ഓർക്കുന്നില്ല, ആദ്യ വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ച്
കുർബാന കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് എനിക്ക് വേണ്ടി നേർച്ച നേർന്ന് പൂർത്തിയാക്കിയ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരപ്പന്റെയും അമ്മയുടെയും പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോകില്ല. എൻ്റെ അമ്മയുടെയും പ്രാർത്ഥന കേട്ടതാണ്. ഞാൻ ധ്യാനം കൂടാൻ തീരുമാനിച്ച ആ ദിവസം അമ്മയുടെ നേർച്ച പൂർത്തിയാവുന്ന ദിവസം. മറ്റൊന്ന് നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ ധ്യാനമാണ്. 2 ധ്യാനം കോളേജിൽ നടന്നത്. നായ്ക്കമ്പറമ്പിലച്ഛൻ ആദ്യം ധ്യാനത്തിന് എനിക്ക് ആദ്യമായിട്ടൊരു വചന പ്രഘോഷണം കേൾക്കുന്നത് നായ്ക്കമ്പറമ്പിലച്ഛൻ്റെതാണ്. നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ ധ്യാനത്തിലൂടെയാണ് ഞാൻ ഇങ്ങനെ വന്നത്. മാത്യു ജേക്കബ് എന്നെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പുറകെ വന്നു. എല്ലാവരും വിളിച്ചു, ആരെയും കിട്ടിയില്ല. അവസാനം ഞാൻ സമ്മതിച്ചു, മാത്യു സാർ വരാം. പക്ഷെ എറണാകുളത്ത് ചെന്നപ്പോൾ ഒരു പ്രശ്നം. അവിടെ ഒരു ഇംഗ്ലീഷ് ധ്യാനമാണ്. ഫാദർ ജിനോ ഹെൻറിക്സിൻ്റെ ഒരു ഇംഗ്ലീഷ് ധ്യാനം. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് ആകെ ഇംഗ്ലീഷിൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് അത്ര പോരാ, അന്ന് ഒട്ടുമില്ല. ആ സമയത്താണ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും തമ്മിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഞാനൊരു മൗന ധ്യാനം നന്നായി കൂടി. ഈ ധ്യാനത്തിൽ സെൽഫ് അവയർനെസ്സിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നല്ലൊരു ആന്തരിക ധ്യാനമായിരുന്നു. ധാരാളം നോട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ നോട്ട്സിൻ്റെ വഴിക്ക് പോയി. കാരണം ഈ സെൽഫ് അവയർനെസ്സിൻ്റെ ക്ലാസ്സിൽ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ വചനം ഉൽപ്പത്തി 1:26 പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ വചനത്തോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു എക്സസൈസ് പറഞ്ഞു തരാം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പേര് ഉറക്കെ വിളിച്ച് പറയാൻ പറഞ്ഞു. എല്ലാവരും ഉറക്കെ വിളിച്ച് പറഞ്ഞു. ഞാനും ഉറക്കെ വിളിച്ച് പറഞ്ഞു. എൻ്റെ പേര് ഉറക്കെ വിളിച്ച് പറഞ്ഞു. സജി എന്ന് വിളിച്ചു പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ സുന്ദരനാണെന്ന് പറയണമെന്ന്. എനിക്കതൊട്ടും പറയാനേ പറ്റിയില്ല. കാരണം വർഷങ്ങളായിട്ട് എന്നെ കണ്ടാൽ കൊള്ളത്തില്ലെന്ന് തോന്നലും മുഖം നിറച്ച് മുഖക്കുരും, എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതെ ഞാൻ കണ്ണാടിയിൽ ഇങ്ങനെ കൂക്കി കാണിക്കുന്ന ആളായിരുന്നു. എന്തിന് ജനിച്ചിടാന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. അപ്പോഴാണ് പറയുന്നത്, യു ആർ ബ്യൂട്ടിഫുൾ ബിക്കോസ് ഗോഡ് മെയ്ഡ് യു ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു, നീ സുന്ദരനാണെന്ന് പറയണമെന്ന് പോലും ഞാൻ അത് പറഞ്ഞില്ല. എന്നാൽ മറ്റുള്ളവരെ നോക്കി പറയാൻ പറഞ്ഞതെല്ലാം പറഞ്ഞു. ഇങ്ങനെ അദ്ദേഹം ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ എക്സർസൈസ് വീട്ടിൽ ചെന്നിട്ട്, ഞാൻ നേരെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത്, ഹോസ്റ്റലിൽ ചെന്ന് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ മുടി ചെയ്യുമ്പോൾ ഇത് പറയണം പോലും. എല്ലാ ദിവസവും കണ്ണാടി നോക്കി നിങ്ങളുടെ പേര് വിളിച്ചിട്ട് ഇത് പറയണം. ദൈവവചനത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടെന്ന് പിന്നീടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഞാൻ കണ്ണാടി മുമ്പ് നിൽക്കും, ഞാൻ ബലം പിടിച്ച് പറഞ്ഞില്ല. ബിക്കോസ് എനിക്കറിയാം, എനിക്ക് സൗന്ദര്യമില്ല എന്ന് ഭയങ്കര തോന്നലാണ്. മുഖം നിറച്ച് മോക്കൊരു, അതാണ് എൻ്റെ പ്രശ്നം. ഒരു ദിവസം എൻ്റെ റൂംമേറ്റ്സ് ഒന്നും ഇല്ലായിരുന്നപ്പോൾ ഞാൻ ബലം പിടിച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ദൈവവചനമല്ലേ ഒന്ന് പറഞ്ഞു നോക്കാമെന്ന് ഓർത്തു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, സജി, യു ആർ ബ്യൂട്ടിഫുൾ ബിക്കോസ് ഗോഡ് മെയ്ഡ് യു ഇൻ ഹിസ് ഓൺ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് നീ സുന്ദരനാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ അന്ന് നാണം തോന്നി. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് അംഗീകരിച്ചതാണ്. അതുവരെ ഞാൻ ഒരിക്കലും എന്നെ അംഗീകരിച്ചിട്ടില്ല. എനിക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. ബൈബിൾ വായിക്കും തോറുമാണ് ഒരു രഹസ്യം മനസ്സിലായത്. ഈശോ പറയുന്നുണ്ട്, ഈശോയുടെ കൽപ്പന, സ്നേഹത്തിന്റെ കൽപ്പന, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നമ്മളെപ്പോഴും പ്രസംഗിച്ച് പോകാറുണ്ട്. ഞാനും ആദ്യം അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം, ദൈവത്തെ സ്നേഹിക്കണം, സഹോദരനെ സ്നേഹിക്കണം. എന്നാൽ അതിന് ഇടയിൽ ഒരു കടമ ഈശോ പറഞ്ഞിട്ടുണ്ട്, തന്നെ ഒന്ന് സ്നേഹിക്കണം. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് നമ്മളെ തന്നെ സ്വീകരിച്ച് സന്തോഷത്തോടെ നമ്മളെ തന്നെ സ്നേഹിക്കണം. തന്നെ പോലെയാണ് തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നെ ഒന്ന് അംഗീകരിച്ചു തുടങ്ങിയായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്താകുകയായിരുന്നു. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു ശത്രുവായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടായി. എൻ്റെ റൂംമേറ്റ്സൊക്കെ വീട്ടിൽ പോയാൽ അപ്പം ഞാൻ വീട്ടിൽ ഓടിപ്പോവും. എനിക്ക് ഒരു വലിയ ഐസൊലേഷൻ അനുഭവപ്പെടുമായിരുന്നു. ഏകാന്തത എനിക്ക് ഒട്ടും പറ്റില്ലാത്തൊരു കാര്യമായിരുന്നു. എന്നാൽ ഞാൻ ഈശോയോട് അടുക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹോസ്റ്റലിൽ നിന്ന് ആര് പോയാലും ഞാൻ പോകത്തില്ല. കാരണം ഇച്ചിരി കൂടുതൽ പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങി. എനിക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ തുടങ്ങി, മറ്റുള്ളവരോട് സ്നേഹിക്കാൻ തുടങ്ങി, ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, ഷെയർ ചെയ്യാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾക്കൊക്കെ എൻ്റെ മുഖക്കൊരു കംപ്ലീറ്റ് പോയി. എന്നോട് ആൾക്കാർ ചോദിച്ചു, എടാ കരിസ്മാറ്റിക് ധ്യാനം കൂടിയാൽ നിന്റെ മുഖം നല്ല പ്രസാദിച്ചിരിക്കുന്നു. പ്രസാദത്തിൻ്റെ കാരണം മുഖക്കുരു മുഴുവൻ പോയി. ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി, ഞാൻ എല്ലാവരെയും അംഗീകരിക്കാൻ തുടങ്ങി. ഇതെൻ്റെ ജീവിതത്തിൽ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ബികോമിൻ്റെ അവിടുത്തെ കോഴ്സെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് പഠിക്കാനായിട്ട് തിരുവനന്തപുരത്ത് പോയി. തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ
അവിടെ ഒരു ധ്യാനം അനൗൺസ് ചെയ്തു. ഞാൻ അവിടെ ഒരു ധ്യാനത്തിന് പോയി. വർക്കി അച്ഛൻ, സിസ്റ്റർ ഡാഫ്നി, കളത്തിലച്ഛൻ അവരെല്ലാം കൂടെ ഒറ്റ ടീമിലായിരിക്കുമ്പോൾ ആ ധ്യാനത്തിന് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ അനുഭവം, കൗൺസിലിങ്ങിന് പോയപ്പോൾ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറയും. എൻ്റെ കാര്യത്തിൽ താല്പര്യമുള്ളൊരു ദൈവത്തെ ഞാൻ കണ്ടെത്തി. എനിക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹം, കൂടുതൽ ഇഷ്ടം, എന്നെ അറിയാവുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എൻ്റെ ജീവിതത്തിൽ താല്പര്യമുള്ള, എൻ്റെ എല്ലാ കാര്യങ്ങളിലും താല്പര്യമുള്ള ഒരു ദൈവത്തെ ഞാൻ കണ്ടുമുട്ടുകയായിരുന്നു. കൂടുതൽ കൂടുതൽ ഈശോയോട് ഞാൻ അടുത്തു. ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി. ഈശോയെ രക്ഷകനും നാഥനും കർത്താവും ദൈവവുമായിട്ട് ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവെന്ന് ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എറണാകുളംകാരോട് വിളിച്ചു, ജീസസ് യൂത്തിൻ്റെ ലീഡേഴ്സിനെ വിളിച്ച് ചോദിച്ചു, തിരുവനന്തപുരത്ത് ജീസസ് യൂത്തിൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? അവർ പറഞ്ഞു ഇല്ല. ഒരാളുണ്ട് കോൺടാക്ട് പേഴ്സൺ, അദ്ദേഹത്തെ ഒന്ന് കോൺടാക്ട് ചെയ്യാതെ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തനിക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ മനുഷ്യരുടെ മുഖത്ത് നോക്കി ഒരു ക്ലാസ് എടുക്കത്തില്ലാത്ത ആളാണ് ഞാൻ. മറ്റ് പല പ്രോഗ്രാമും ഞാൻ ചെയ്യും, ഗ്രൂപ്പ് പ്രോഗ്രാമിലെല്ലാം സ്റ്റേജിൽ വരാം, പക്ഷേ ഒരു പ്രസംഗം എനിക്ക് പറ്റത്തില്ലാത്ത ആളായിരുന്നു. എന്നാൽ അവിടെ പലരെയും പോയി കാണുകയും അവിടെ ധ്യാനങ്ങൾ നടക്കുമ്പോൾ ധ്യാനത്തെ സെൻറ്ററിൽ പോയിട്ട് അവിടെയുള്ള ജീസസ് യൂത്ത്, അവിടെ അന്ന് യൂത്തില്ല, കുറേ യുവജനങ്ങളെ കണ്ടുപിടിച്ചിട്ട് അവർ ഒരുമിച്ച് ചിലർ പറഞ്ഞു, സജി ലീഡ് ചെയ്യാവോ, എങ്ങനെയെങ്കിലും നമുക്ക് ഗ്രൂപ്പ് തുടങ്ങാം. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ജീസസ് യൂത്ത് ഗ്രൂപ്പ് തുടങ്ങി. തിരുവനന്തപുരത്ത് ജീസസ് യൂത്തിൻ്റെ ഒരു സോൺ തുടങ്ങാൻ തന്നെ അത് കാരണമായി. എല്ലാ സ്ഥലങ്ങളിലും ഗ്രൂപ്പുകൾ വ്യാപിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കൂടിയ കുറേ പേരും, അവരെല്ലാവരുടെയും ഫലമായിട്ട് അങ്ങനെ ജീസസ് യൂത്തിൽ വളരെ ആക്റ്റീവായിട്ട് നടന്നു. എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു. അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് പോരുന്നതിന് മുമ്പായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായുണ്ടായ ഒരു സ്വപ്നം എൻ്റെ അപ്പൻ എഴുതി അറിയിച്ചു. പഠിത്തം തീർന്ന് വീട്ടിലേക്ക് പോരുന്നതിന് മുമ്പായിട്ട് 2-3 ഫുൾ സ്കാപ്പ് പേപ്പറിൽ എഴുതി അറിയിക്കുന്നത് ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഒറ്റ സ്വപ്നമേ ഉള്ളൂ. എൻ്റെ ഡാഡിയോട് ഞാൻ ഇങ്ങനെ എഴുതി, അത് ഈശോയെ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ബോർഡിങ്ങിലും ഹോസ്റ്റലിലും ഒക്കെ ആരും ശ്രദ്ധിക്കപ്പെടാതെ, ആരും ഒരു സ്വപ്നം പകർന്നു തരാതെ നടന്ന ആളാണ്. ഇനി പകർന്നു തന്നാൽ പോലും കയറിയിട്ടില്ല, എൻ്റെ തലയിൽ കയറിയിട്ടില്ല. അതുപോലെ ഒരു ഉഴപ്പൻ രീതിയായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ആകെ ഒരു സ്വപ്നം ഉണ്ടായത് എൻ്റെ യേശുവിനെ പ്രസംഗിക്കണമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് അതിൽ അഭിമാനം കൊള്ളുന്നു. ഇത് 2-3 പേജിൽ എഴുതി എൻ്റെ അപ്പൻ അയച്ചു കൊടുത്തു. ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ അപ്പൻ അത് മൈൻഡ് ചെയ്തില്ല, അത് ശ്രദ്ധിച്ചില്ല. എൻ്റെ അപ്പനൊരു ഭയമായിരുന്നു, ഞാൻ ഒറ്റ മോനേ ഉള്ളൂ, അവനെങ്ങാനും അച്ഛനാകാൻ പോയാലോ എന്ന്. അങ്ങനെ ഒരു തടസ്സം. പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞു. അവിടെ ലോക്കൽ കരിസ്മാറ്റിക് നവീകരണത്തിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ കല്യാണം കഴിച്ചു, മക്കള് ആയി, 2-3 മക്കളായി. ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. തലവേദന ഉണ്ടാകും, ഉദരത്തിൽ പ്രശ്നം ഉണ്ടാകും, വയറ് പ്രശ്നം, തലവേദന. ഇത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. തിരുവനന്തപുരത്തായിരുന്നപ്പോഴും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാകുമായിരുന്നു. എന്താണ് കാരണം എന്നറിയില്ലായിരുന്നു. എന്നാൽ അറക്കുളത്ത് വീട്ടിൽ വെച്ച് പല ഡോക്ടർമാരെ കൊണ്ട് വയറ് പ്രശ്നം, ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഒരാഴ്ചയൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കും. തലവേദന, തലയുടെ പരിശോധന നടത്തി, വയറിൻ്റെ പരിശോധന നടത്തി, ഒന്നും കണ്ടുപിടിച്ചില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഫിസിഷ്യൻ പറയാൻ തുടങ്ങി, ഇത് സൈക്കാട്രിക് പ്രോബ്ലമാണ്, മെൻ്റൽ ഡിപ്രഷൻ ആയിരിക്കാം, സൈക്കാട്രിക് പ്രോബ്ലം ആകാം, വയറ് പ്രശ്നമൊക്കെ ആകാം. ഒരു മഞ്ഞപ്പിത്തം ഉണ്ടായതിൻ്റെ കൂട്ടത്തിൽ ഞാൻ സുബോധമില്ലാതെ സംസാരിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ ഇത് മെൻ്റൽ ഡിപ്രഷൻ ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടു. 2-3 വർഷം ഞാൻ മെൻ്റൽ ഡിപ്രഷന് വേണ്ടി മരുന്ന് കഴിക്കാൻ തുടങ്ങി. അതിനിടെ എനിക്ക് വളരെ സ്തുതിക്കുന്ന കൃപയുണ്ടായിരുന്നു, നന്നായിട്ട് സ്തുതിച്ച് ആരാധിക്കുന്ന. ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് പുഴയുടെ തീരത്തൊക്കെ പോയി കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന എല്ലാം അങ്ങോട്ട് മങ്ങി, സ്തുതി ഇല്ലാതെയായി, ആരാധന ഇല്ലാതെയായി. കാരണം മെൻ്റൽ ഡിപ്രഷനാണ്. സൈക്കാട്രിക് പേഷ്യൻ്റ് ആയല്ലോ എന്നൊരു വിഷമം, ദുഃഖം. ഒരിക്കലും ഒരു സ്റ്റഡി ആയിട്ട് മരുന്ന് കഴിക്കത്തില്ലാത്ത അവസ്ഥ. ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു പുസ്തകം വായിക്കാനിടേ, സ്തുതിയിലൂടെ വലിയ അത്ഭുതങ്ങൾ. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് സ്തുതി ആയിരിക്കുന്ന അവസ്ഥയിൽ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ കാര്യങ്ങൾ സ്വീകരിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചപ്പോൾ വീണ്ടും എനിക്കത് തിരിച്ച് സ്തുതിയുടെ കൃപ കിട്ടി. നല്ലവണ്ണം സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ ആരാധിക്കാനൊക്കെ തുടങ്ങി. ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഇനി ഞാനൊരു മാനസിക രോഗിയായിട്ടാണ് ജീവിക്കണം എന്ന്. എൻ്റെ സ്വപ്നമാണ് ഈശോയെ വചനപ്രഘോഷണം എങ്കിൽ, ഒരു മാനസിക രോഗിയായിട്ട് ജീവിക്കണം എന്നാണ് നിന്റെ സ്വപ്നമെങ്കിൽ നിന്റെ ഇഷ്ടം അതാകട്ടെ ഈശോയെ. അതുവഴി അനേകർ മാനസാന്തരപ്പെടണം എന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ ഈശോയെ, എൻ്റെ ഇഷ്ടം നിന്റെ മുമ്പിൽ ഞാൻ മുഴുവനായി അടിയറ വയ്ക്കുന്നു ഒരു ദിവസം പറഞ്ഞു.
പറഞ്ഞ് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ചു. വലിയൊരു വേദനയായിരുന്നത്. ഞാൻ സമ്മതിച്ചപ്പോൾ മുതൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ ഒരു വർഷത്തേക്ക് ഈ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയിട്ടില്ല. നല്ല സ്തുതിയും മഹത്വപ്പെടുത്തലും ആരാധനയൊക്കെ ഗ്രൂപ്പിലൊക്കെ ആക്റ്റീവായിട്ട് വീണ്ടും ആക്റ്റീവായിട്ട് വന്നു തുടങ്ങി. വീണ്ടും ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടായി. വയറ് പ്രശ്നവും തലവേദന എല്ലാം ഉണ്ടായി. ഒരു യാത്ര, രാത്രിയിൽ ഒത്തിരി യാത്ര നടത്തി. അങ്ങനെ വീണ്ടും പ്രശ്നമായി. പിന്നെ വീണ്ടും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ സൈക്കാട്രിസ്റ്റ് വീണ്ടും പറഞ്ഞു, ഒരു വർഷമായി ഇങ്ങോട്ട് വന്നിട്ട് വന്ന ഉടനെ CT സ്കാൻ വിടാനായിട്ടിരിക്കുകയാണ്. CT സ്കാൻ വിടാനായിട്ടിരിക്കുന്നതാണ്. ഇതാ ഒരു വർഷം കഴിഞ്ഞാണ് വരുന്നതെന്ന് പറഞ്ഞു. കുറേ വഴക്കും പറഞ്ഞു. ഉടനെ തന്നെ CT സ്കാൻ എഴുതി 15 ദിവസം മരുന്ന് കഴിച്ചിട്ട് വന്നിട്ട് CT സ്കാനിന് പോകണം. CT സ്കാനിന് പോയി. 15 ദിവസം കഴിഞ്ഞിട്ട് CT സ്കാനിന് പോയി. ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ അളിയൻ റിസൾട്ടുമായിട്ട് വരുന്നു. CT സ്കാനിൻ്റെ റിസൾട്ട് എൻ്റെ ഭാര്യയുടെ കൊടുക്കുന്നു. വണ്ടിയിൽ വന്നിട്ട് അത് ഉടനെ അവളുടെ മുഖം ചുമക്കുന്നിട്ട് ഞാൻ റിസൾട്ടും മേടിച്ച് നോക്കിയപ്പോൾ തലയ്ക്കകത്ത് ട്യൂമറിൻ്റെ ഇഞ്ച് സൈസ് ഇങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നു. പേടിച്ച് അരണ്ട് മിണ്ടമേലാതെ എന്നെ ഇരുട്ട് പൊതിയുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് മിണ്ടമേല. വെള്ളം എന്ന് പറഞ്ഞു. വെള്ളം കുറേ കുടിച്ചു. ഞാൻ ഓർത്തു എൻ്റെ ഡാഡി ക്യാൻസറായിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ട് വരുമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എൻ്റെ ഡാഡിക്ക് മുമ്പേ ഞാൻ പോകും. വലിയ ഭാരത്തോടെ അങ്ങനെ മിണ്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന് സ്തുതിയുടെ കാര്യം ഓർമ്മ വന്നു. ഇറക്കി പിടിച്ച് മിണ്ടാതെ മൗനമായി ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ സ്തുതി ആരംഭിച്ചു. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ വീട്ടിൽ ആണുങ്ങൾ വേണ്ടെന്നാണ് നിന്റെ തീരുമാനം. എങ്കിൽ കൂടെ ഞാനും എൻ്റെ ഡാഡിയും മരിച്ചു പോയേക്കാം. ഇനി വീട്ടിൽ ഞങ്ങൾ മുതിർന്നവർ വേണ്ടെങ്കിൽ വേണ്ട യേശുവേ, എന്നാലും നിനക്ക് എൻ്റെ കുടുംബത്തെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും കർത്താവേ എന്ന് പറഞ്ഞ് ഞാനങ്ങ് സ്തുതിച്ചു. ഈശോയെ, എങ്കിലും നീയാണ് എൻ്റെ രക്ഷകൻ, നാഥൻ, കർത്താവ്, ദൈവം എന്ന് പറഞ്ഞ് സ്തുതിക്കുമ്പോൾ എന്നെ ഞെരുക്കിയ ഇരുട്ട് വിട്ടുപോയി. പെട്ടെന്ന് ഞാൻ സ്വതന്ത്രനായി. ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ഉള്ളിലൊരു വിഷമമുണ്ട്, ആകാംക്ഷയുണ്ട്, ഇതെന്ത് സംഭവിക്കും എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഈ വിട്ടുപോയ കൂട്ടത്തിൽ അത് പിന്നീടാണ് അറിയാൻ പറ്റിയത്. കുറേ പേടിയുണ്ടായിരുന്നു എനിക്ക്, ചെറിയ ചെറിയ പേടികൾ, ഞെട്ടല്, പുറത്തിറങ്ങാൻ, രാത്രി പുറത്തിറങ്ങാൻ പേടി. ഞങ്ങളൊരു കൃഷി കുടുംബമാണ്. വീടിന് ചുറ്റും ഇഷ്ടംപോലെ വീടുകൾ, കന്നുകാലിക്കൂടെ, കോഴിക്കൂടെ, പട്ടിക്കൂടെ ഇതെല്ലാം ഉണ്ട്. രാത്രി ചില ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഡാഡി വിളിച്ചിട്ട് പറയും, എടാ മോനെ നീ ഒന്ന് ഇറങ്ങി നോക്കാൻ. അപ്പോൾ പഴയ അംബാസഡറിൻ്റെ ലിവറുണ്ട്, കമ്പിപ്പാരയൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് കഥ തുറന്നിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ കുറ്റിട്ടോ എന്ന് പറയും. എന്നിട്ട് ഞാനിങ്ങനെ ടോർച്ച് അടിച്ച് പോകുമ്പോൾ വാഴയില അനങ്ങിയാൻ ഞെട്ടാൻ തുടങ്ങും. പേടിയായിരുന്നു ഉള്ളിൽ. ബും 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 എന്ന് പേടിച്ച ആളാണ് ഞാൻ. പുറത്ത് ഗേറ്റ് അടയ്ക്കാൻ പോകാൻ, രാത്രി പട്ടിയെ കയറ്റാൻ, കൂട്ടിൽ കയറ്റാൻ പോകുന്നതൊക്കെ എനിക്ക് വലിയ ഭയമായിരുന്നു. ഉള്ളിൽ വലിയ പുറമേ ധീരനായിരുന്നു, ഉള്ളിൽ ഭയങ്കര ഭയവും. അന്ന് പോയ പേടിയുടെ കൂടെ ഇങ്ങനത്തെ ചില്ലറ പേടികളെല്ലാം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നീട് സർജറിക്ക് പോയി. കർത്താവ് എന്നോട് പേടിക്കാൻ സമ്മതിച്ചില്ല. 2-3 മാസം കഴിഞ്ഞിട്ട് സർജറി തീരുമാനിച്ചു. 2 മാസത്തോളം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും സർജറിയെക്കുറിച്ച് ഓർത്ത് പേടിക്കാൻ എൻ്റെ കർത്താവ് അനുവദിച്ചില്ല. ഒരു പ്രാവശ്യം ഓർമ്മ വന്നപ്പോൾ, ഒരു ചെറിയ പേടി വന്നപ്പോഴേ ഞാൻ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. ആ പേടി വിട്ടുപോയി. സർജറിയിലൂടെ പോകുമ്പോൾ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിച്ചുകൊണ്ട് അതിലേക്ക് പോയി. സർജറിക്ക് ചെന്ന് ഡ്രസ്സെല്ലാം മാറ്റി ഒരു പച്ച ഉടുപ്പൊക്കെ ഇട്ടിട്ട് എന്നെ സ്ട്രെച്ചറിൽ ഇങ്ങനെ കൊണ്ടുപോയി. ഞാൻ സ്തുതിച്ചുകൊണ്ട് പോവുകയാണ്. പേടിക്കാൻ എൻ്റെ കർത്താവ് അനുവദിച്ചില്ല. അവിടെ ചെന്നപ്പോൾ പച്ച മുഖംമൂടികളെല്ലാവരും കൂടെ എന്നെ പിടിച്ച് ഇങ്ങനെ ഒരു ടേബിളിലേക്ക് ഇട്ടു. ടേബിളിൻ്റെ 2 സൈഡിൽ നിന്ന് 2 സൈഡിലേക്ക് ഒരു പലക ഇങ്ങനെ വിരിച്ചു വെച്ചപ്പോൾ കുരിശ് ആകൃതിയിലിരിക്കുന്നു. ഞാൻ ആ കുരിശ് ആകൃതിയിലോട്ട് കിടക്കുന്നത് കണ്ടപ്പോഴേ ഈശോ കാൽവരി കുരിശിൽ ആ കുരിശിലോട്ട് കിടത്തി ആണി അടിക്കുന്നത് ഞാൻ എൻ്റെ ഭാവന കാണുമോ. ആ ഈശോയുടെ കുരിശിൻ്റെ ഷേപ്പിൽ ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ കുരിശിൻ്റെ ഷേപ്പിൽ ഞാൻ കിടക്കാനായിട്ട് പോലും എനിക്ക് യോഗ്യതയില്ല. അപ്പോൾ എൻ്റെ കാലിലും കയ്യിലൊക്കെ സൂചി കുത്താൻ തുടങ്ങി, വെയിൻ എടുക്കാൻ തുടങ്ങി, ഇഞ്ചക്ഷൻ എടുക്കാൻ തുടങ്ങി. ഞാനതൊന്നും അറിയുന്നേയില്ല. ഞാൻ പറഞ്ഞു, ഈശോയെ ചെറിയ ചെറിയ സൂചി കുത്തുകൾ എല്ലാം നിൻ്റെ കുരിശിലേക്ക് സമർപ്പിക്കുന്നു, നിൻ്റെ കുരിശിലെ സഹനത്തോട് ഞാൻ ചേർത്ത് വയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ കുരിശിൽ ലയിച്ച് കിടന്ന് ഞാൻ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാസ്ക് കൊണ്ടൊന്ന് 2 വലി പിന്നെ അറിഞ്ഞില്ല. പിന്നെ ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് പുറത്ത് വരുമ്പോൾ എനിക്ക് ആരോ സ്തുതിക്കുന്നത് പോലെ തോന്നി. പക്ഷെ ആരോ പിന്നീട് ബോധം വന്നപ്പോൾ അത് ഞാൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അബോധ അവസ്ഥയിൽ പോലും, അർത്ഥബോധ അവസ്ഥയിൽ പോലും സ്തുതിച്ചുകൊണ്ട് ഉണരാൻ കർത്താവ് അനുവദിച്ചു. അങ്ങനെ വീട്ടിൽ പോയി വീണ്ടും മരുന്ന് അങ്ങനെയൊക്കെ പോവുക. മരുന്നും ഇടയ്ക്കും എല്ലാ മാസവും ഡോക്ടറെ കാണണം. ഇതപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ആയില്ലേ എന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരാഗ്രഹം, സൗഖ്യം കിട്ടണം.
സുവിശേഷം വേല ചെയ്യണം. വീണ്ടും സുവിശേഷം സ്വപ്നം തുടങ്ങി. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു നായ്ക്കമ്പുറം ബ്ലസ്സിൻ്റെ വീട്ടുകാരുണ്ട്, സ്വന്തക്കാർ. ഞാൻ അതിൽ ആ ചേട്ടനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നായ്ക്കമ്പുറം ബ്ലസ്സിൻ്റെ ഇതിലെ വരുമ്പോൾ ഇടയ്ക്ക് വന്നിട്ട് പോവും, ആരും അറിയില്ല, ഇനി വരുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു ദിവസം രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നായ്ക്കമ്പുറം ബ്ലസ് വന്നിട്ടുണ്ട്, കാണാനുണ്ടെങ്കിൽ ഓടി വാ. എൻ്റെ ആഗ്രഹം എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തും. ഞാൻ പണ്ട് അച്ഛൻ്റെ ധ്യാനം കൂടിയാണ് മാനസാന്തരപ്പെട്ടത്, എന്നാൽ ഇനി അച്ഛൻ്റെ പുറകെ എന്നെ സുവിശേഷത്തിന് വിളിക്കും എന്നൊക്കെ ഒരു സ്വപ്നം കൊണ്ട് ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു. 20 മിനിറ്റ് അദ്ദേഹം എന്നോട് സംസാരിച്ചു. പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വിട്ടു. എൻ്റെ സ്വപ്നങ്ങൾ യാതൊന്നും ഉണ്ടായില്ല. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ അറിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എൻ്റെ സെൽ മെമ്പേഴ്സ്, അവരെന്നോട് ചോദിച്ചു, എന്ത് പറഞ്ഞു അച്ഛൻ? ഞാൻ പറഞ്ഞു, അച്ഛൻ എങ്ങൊന്നും പറഞ്ഞിരുന്നു. എന്നാലും അച്ഛൻ എന്ത് പറഞ്ഞു? വീണ്ടും ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. അച്ഛൻ പറഞ്ഞു, നിനക്ക് ഈ രോഗമുണ്ടായിരിക്കുന്നത്, ഈ രോഗത്തിലൂടെ കർത്താവ് നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, അപ്പോഴാണ് എൻ്റെ ബോധം വരുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. മറ്റൊരു വിളി കർത്താവ് എന്നോട് പറഞ്ഞു, ഈ രോഗത്തിലൂടെ നിനക്ക് മറ്റൊരു വിളി, നിന്നെ പോലെ ശിരസുമായി ബന്ധപ്പെട്ട രോഗമുള്ള എല്ലാവർക്കും വേണ്ടി നീ പ്രാർത്ഥിക്കണം. അതിനൊരു വിളി നിനക്ക് കിട്ടിയിരിക്കും. വചനം വായിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ തുടങ്ങി. കർത്താവ് ഒരു ദിവസം ഞാൻ അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിലെ സ്തുതിയുടെ മേഖല വായിക്കുക. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയായിരുന്നു. ഇഷ്ടം പോലെ വായിച്ചതാ. ഇതാണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. എന്തുമാത്രം വായിച്ചിട്ടുണ്ട്. ഞാനൊരു സന്ദേശം എടുത്തതാ. പക്ഷെ തുറന്നു വായിച്ചപ്പോൾ പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. മറ്റ് തടവുകാരെല്ലാം ഇത് കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. ആ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഓർത്തു, ഈശോ ഇതെന്താണ്? അപ്പോൾ എനിക്ക് കർത്താവ് എനിക്ക് ഉൾക്കാഴ്ച തരാൻ തുടങ്ങി. കർത്താവ് ഉടനെ തന്ന ഒരു ഉൾക്കാഴ്ച ഇതാണ്: നിന്റെ ചങ്ങല അനുഭവം, നിന്റെ തടവറ അനുഭവം, അതെന്തുമാകട്ടെ അതേപടി അത് കൈത്താളമാക്കി ദൈവത്തെ സ്തുതിക്കാൻ. ഞാൻ ഓർത്തായിരുന്നു, ഇത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു, ഇവർ നന്നായിട്ട് കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. എന്നാൽ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരും കർത്താവും കൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പാടി, നല്ല ഉറക്കെ പാടി ഉച്ചത്തിൽ വലിയ ട്യൂണിൽ പാടിക്കൊണ്ട് കയറുന്നത് മറിയ വാർത്തോടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. എനിക്കത് വളരെ ആകർഷമായി തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു, ഈ പൗലോസും എല്ലാം കൂടെ ഇവിടെ കിടന്ന് പാടുമ്പോൾ താളമൊന്നും അടിക്കാനൊന്നും ഇല്ലല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി, ഒരു ചങ്ങലയിട്ട് നന്നായിട്ട് ഇങ്ങനെ താളം അടിച്ചായിരിക്കും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചതെന്ന് ഞാൻ ഓർത്തപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഈശോ പ്രേരണ തന്നതാ, നിന്റെ ചങ്ങല അനുഭവം, നിന്റെ തടവറ അനുഭവം എന്തുമാകട്ടെ അത് തന്നെ കൈത്താളമാക്കി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുമാകട്ടെ നമ്മുടെ സഹനം, എന്തുമാകട്ടെ നമ്മുടെ ചങ്ങല, അത് തന്നെ യേശുവിനെ സ്തുതിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ കാരണമാക്കി ആരാധിക്കാൻ, മഹത്വപ്പെടുത്താൻ ദൈവമക്കൾക്ക് കടമയുണ്ട്. ഈ പൗലോസാണെങ്കിൽ ചുമ്മാ സുഖമായിട്ട് കിടക്കുകയൊന്നുമല്ല, എയർ കണ്ടീഷൻ സ്ഥലത്തല്ല കിടക്കുന്നത്. പൗലോസിനെ സീലാസിനെയൊക്കെ വലിച്ചിഴച്ച് പ്രഹരിച്ച് ദേഹമാസകലം മുറിവുണ്ട്, അവരെ കൊണ്ട് ചങ്ങലയിലിട്ടിരിക്കുന്നു, കാലിൽ ആമമിട്ടിരിക്കുന്നു ഒക്കെ വചനം പറയുന്നു. അപ്പോഴാണ് അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നത്. ഞാൻ അപ്പോൾ ഓർത്തു, കർത്താവെ, ചെറിയ ചെറിയ സഹനങ്ങൾ ഉണ്ടായപ്പോൾ എൻ്റെ സ്തുതികീർത്തനം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തപ്പോഴാണ് ഞാൻ കല്ലിൽ ഇങ്ങനെ തട്ടിയിട്ട് ചോര വന്നതും നഖം പൊളിഞ്ഞതൊക്കെ ഞാൻ ഓർത്തു. അപ്പോൾ എൻ്റെ കീർത്തനത്തെക്കുറിച്ച് എനിക്ക് നാണം തോന്നി. പക്ഷെ ഈ ഒരു വചനപ്രകാരം അടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്ക് അനുഭവം ഉണ്ടായി. കല്ലിൽ പോയി തട്ടി, കല്ലിലോ മേശയുടെ എവിടെയൊക്കെ തട്ടിപ്പോ ഞാൻ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. പെട്ടെന്ന് ഇങ്ങനൊരു ചിന്തയും കൂടെ കിട്ടി. ഇപ്പോൾ ഈ സഹനം കൊണ്ട് കർത്താവെ, നിനക്ക് ആർക്കാണ് ആവശ്യമുള്ളത്? ശുദ്ധീകരണ സ്ഥലത്തിലെ ഏതെങ്കിലും ഒരു ആത്മാവിനാണോ? അവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു, അവരുടെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി കർത്താവെ ഇപ്പോൾ ഞാൻ അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങി. ഈ വചന സന്ദേശം ഉൾക്കാഴ്ചയായിട്ട് കിട്ടിയപ്പോൾ മുതൽ എവിടെയെല്ലാം സഹനം കിട്ടുന്നുണ്ടോ അവിടെ എല്ലാം കർത്താവിനെ സ്തുതി കൊടുക്കാൻ തുടങ്ങി. അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു. വീണ്ടും പറയാണ്, സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു കുലുക്കമുണ്ടായി. തടവറയുടെ അടിത്തറ ഇളകി, എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. കർത്താവ് വേറൊരു ചിന്ത തന്നത്, ഇവിടെ രണ്ടേ പേരാണ് ദൈവമക്കൾ. ബാക്കി ആ സമൂഹത്തിൽ തടവറയിലെ ചങ്ങലയിലായിരിക്കുന്ന അനവധി തടവുകാരുണ്ട്. തടവുകാരെല്ലാം ഇത് കേട്ടുകൊണ്ടിരുന്നു എന്ന് വചനം പറയുന്നു.
കർത്താവ് എന്നോട് പറഞ്ഞു, നീ ഒരു വേദനയിലാണെങ്കിൽ, നീ ഒരു സഹനത്തിലാണെങ്കിൽ, നീ ഒരു കഷ്ടപ്പാടിലാണെങ്കിൽ, നീ ഇത് ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നിന്റെ മാത്രമല്ല ചങ്ങല അഴിയുന്നത്, നിന്റെ ആയിരിക്കുന്ന സമൂഹത്തിൽ ചങ്ങല അഴിയും എന്ന് പറഞ്ഞ, ഞാൻ എൻ്റെ സഹനം, വേദന ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ എൻ്റെ മാത്രമല്ല, ഞാൻ ആയിരിക്കുന്ന സമൂഹത്തിലെ, എൻ്റെ വീട്ടിലെ ആയിരിക്കാം, ഭവനത്തെ ആയിരിക്കുന്ന എന്നോട് ചേർന്ന് നിൽക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാം ചങ്ങല അഴിഞ്ഞു വീഴും, വിശുദ്ധീകരണം നടക്കും. എനിക്കൊരു ചിന്തയുണ്ടായി, കർത്താവേ, ഇത് എൻ്റെ പൂർവികരെ ആരെങ്കിലും വിശുദ്ധീകരണത്തിന് വേണ്ടി എന്നെ ഉറ്റുനോക്കുന്നുണ്ടോ കർത്താവേ? നമ്മുടെ സഭ അനുവദിക്കുന്ന എല്ലാ വിശുദ്ധീകരണത്തിന് വേണ്ടിയും പൂർവികർക്കും വേണ്ടിയുള്ള എല്ലാ പരിഹാര പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ സഭ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയെ, ഞാൻ അപ്പം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ പൂർവികർക്ക് വേണ്ടി, പൂർവികരെ, പ്രത്യേകിച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും അതിന് മുകളിലോട്ടുള്ളവരെ, മരിച്ചുപോയവരൊക്കെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. അതിനു മുമ്പ് എനിക്ക് ആ സ്നേഹമില്ലായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടമോ ബന്ധമൊന്നുമില്ലായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി സ്നേഹിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി എൻ്റെ വേദനകളും കഷ്ടപ്പാടും എല്ലാം, എൻ്റെ ഈ സഹനമെല്ലാം ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ച് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധാരാളം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാതെ ഉണ്ട്. പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് സ്തുതിച്ച് കീർത്തനം പാടി കാത്തിരിക്കണം. വിവാഹം നടക്കാതെ കാണാം. വിവാഹം നടക്കാതെ പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന കുടുംബങ്ങൾ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കാത്തിരിക്കണം. അവൻ്റെ മനോഹരമായ പദ്ധതി, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, അവൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന അവൻ്റെ പെർഫെക്റ്റ് പ്ലാൻ വരും. സ്തുതിച്ച് കീർത്തനം പാടി കാത്തിരിക്കണം. ഒരു പ്രശ്നമാട്ടെ, പ്രതിസന്ധിയാട്ടെ, പ്രതിസന്ധിയുടെ അടിത്തറ ഇളകും. സ്തുതിച്ച് കീർത്തനം പാടി കാത്തിരുന്നാൽ മതി, ഉത്തരം തരും കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇത് ഞാൻ പഠിക്കുകയും പല സ്ഥലത്തും പോയി ക്ലാസ് എടുക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ചെറിയ തോന്നൽ, വീണ്ടും തലയ്ക്ക് എന്തെങ്കിലും ട്യൂമർ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, കർത്താവ് ഇത് എന്നെ പഠിപ്പിക്കുമായിരുന്നു എന്നൊരു തോന്നൽ. പ്രിയ സഹോദരങ്ങളെ, വലിയ താമസമില്ലാതെ എനിക്ക് തലവേദന ആരംഭിച്ചു. അപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ പ്രതീക്ഷിക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ ഉടനെ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ വീണ്ടും സ്കാൻ പറഞ്ഞു. സ്കാൻ റിപ്പോർട്ടുമായിട്ട് ഞാനും ഭാര്യയും കൂടെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. സ്കാൻ റിപ്പോർട്ട് കിട്ടി. ഞങ്ങൾ ഹോസ്പിറ്റലിന് പുറത്ത് വന്ന് ഞങ്ങൾ തുറന്ന് നോക്കുമ്പോൾ വീണ്ടും ഇത്ര സൈസ്, ഇത്ര ഇഞ്ച്, വീണ്ടും ട്യൂമർ. ഞാനും എൻ്റെ ഭാര്യയും പെട്ടെന്ന് അവിടെ കണ്ണു നിറഞ്ഞു. എനിക്ക് ഉള്ളിലൊരു വിഷമം തോന്നി. എങ്കിലും ഞങ്ങൾ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് ഈ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ചു. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ പദ്ധതി, നിന്റെ ഇഷ്ടം വീണ്ടും ഞങ്ങൾ ഇതിലൂടെ പോകണമെന്നാണെങ്കിൽ കർത്താവേ, ആമേൻ, ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു പറഞ്ഞ് സ്തുതിച്ച് മഹത്വപ്പെടുത്തിയപ്പോൾ ഞങ്ങളെ ശക്തിപ്പെടുത്തവൻ്റെ വലിയ സാന്നിധ്യം കടന്നു വരികയും ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ വിഷമം ഭാരവും മാറുകയും ഞങ്ങൾ നേരെ പോയി ഡോക്ടറെ കാണുകയും വീണ്ടും ട്യൂമറിന് സർജറി വേണമെന്ന് പറയുകയും വീണ്ടും സർജറിക്ക് ഞങ്ങൾ തയ്യാറായി. സർജറിയിലൂടെ കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സർജറിക്ക് ഞാൻ ഓർക്കുന്നുണ്ട്. സർജറിക്ക് പുറത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് സർജറിയും കഴിഞ്ഞിട്ട് ICU എന്നെല്ലാം പുറത്തായി. വീണ്ടും ഇൻഫെക്ഷൻ അടിച്ചു. തലയ്ക്കകത്ത് ഇൻഫെക്ഷൻ അടിച്ചിട്ട് വീണ്ടും തിരിച്ച് ICUലേക്ക് കയറി. കുനിച്ച് കിടത്തിയിട്ട് ഇങ്ങനെ നട്ടലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കണം, അതിൻ്റെ ഫ്ലൂയിഡ് എടുക്കണം, ടെസ്റ്റ് ചെയ്യണം, മെഡിസിൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു. പല ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടൊന്നും ശരിയാകുന്നില്ല. പല കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, ഒന്നും പിടിക്കുന്നില്ല. അവസാനം എവിടുന്ന ഒരു ഇമ്പോർട്ടഡ് ഒരു സാധനം മെഡിസിൻ കൊണ്ടുവന്നിട്ടാണ് അത് കൺട്രോൾഡ് ആയത്. ഇതിനിടയിൽ വളരെ ഈ നട്ടലിങ്ങനെ കുനിച്ച് കിടത്തിയിട്ടുള്ള കുത്ത്. എന്നാൽ ഞാൻ പറയട്ടെ, എനിക്ക് ഈ സഹനം എടുക്കേണ്ട വന്നില്ല. ഞാനതെല്ലാം ഈശോയുടെ പീഡാനുഭവത്തോട് ചേർത്ത് വെച്ചിട്ട്, ഈശോയെ, നിന്റെ പീഡാനുഭവത്തോട് ചേർത്ത് വെക്കുന്നു. കർത്താവേ, നിനക്ക് ആവശ്യമുള്ളവർക്കെല്ലാം വേണ്ടി ഇത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് സഹനം ഏൽക്കേണ്ടേ വന്നില്ല. വലിയ സഹനമായി തോന്നി, വലിയ പേടി തോന്നിയായിരിക്കാം. പക്ഷേ അപ്പം തന്നെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ വലിയ കൃപയിലേക്ക് വരികയും അത് കർത്താവ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും മൂന്നാമതൊരു സർജറി 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും സർജറി. വീണ്ടും അത് ശ്രീചിത്രയിൽ നടന്നു. ശ്രീചിത്രയിൽ ചെന്നിട്ട് അവിടെ വെന്റിലേറ്ററിലായി. എൻ്റെ ഭാര്യ വെന്റിലേറ്ററിലായി എന്ന് കേട്ട ഉടനെ അവൾ പ്രാർത്ഥിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഫോൺ വിളിച്ച് അറിയിച്ചു. ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു, ഒരു 3 ദിവസം കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ ഭാര്യ പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്കെല്ലാം മധ്യസ്ഥം അപേക്ഷിച്ച് വിളിച്ചു പറഞ്ഞു. അന്ന് രാത്രി തന്നെ കർത്താവ് എന്നെ വെന്റിലേറ്ററിന് പുറത്തെടുക്കാൻ, വെളുപ്പിനെ ഡോക്ടർമാർ വന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടി
വെയിറ്റ് ചെയ്യുമായിരുന്നു ഡോക്ടർമാർ വരാൻ വേണ്ടി. ഞാനതെല്ലാം ട്യൂബെല്ലാം വലിച്ചു പറിക്കാൻ തുടങ്ങി. വീണ്ടും അവർ ഉറങ്ങാനുള്ള മരുന്ന് തന്നാണ് എന്നെ ബോധം കെടുത്തിയിട്ടിരുന്നത്. പ്രഭാതമായപ്പോൾ ഡോക്ടറിനെ വിളിച്ചിട്ട് ഉടനെ തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് എല്ലാം പുറത്തെടുത്തു. ഫുള്ളി ഓൾ റൈറ്റ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈ സാധനങ്ങളിലൂടെ എല്ലാം പോയപ്പോൾ കർത്താവ് വേറെ കുറെ വചനങ്ങളിലൂടെ സംസാരിച്ചു. അതിലൊരു വചനം ജോബിന്റെ പുസ്തകമാണ്. ജോബിന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വചനം പറയുന്നുണ്ട്. ജോബിന്റെ ഭാര്യ ജോബിനോട് ഈ കഷ്ടനഷ്ടങ്ങളെല്ലാം വന്നപ്പോൾ ജോബിന്റെ ഭാര്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജോബിനാണെങ്കിൽ ദേഹം മുഴുവൻ ചിറങ്ങും ചൊറിയും ഒക്കെ ആയി ഏതാണ്ട് ഓട് കഷ്ണം കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനിയെങ്കിലും നിങ്ങൾക്ക് ദൈവത്തെ പഴിച്ചിട്ട് പോയി മരിച്ചുകൂടെ എന്ന്. ഉടനെ ജോബ് ഒരു ഉത്തരം പറയുന്നുണ്ട്. ജോബ് പറയുന്നുണ്ട്, ഇത്രമാത്രം അനുഗ്രഹം സ്വീകരിച്ച നാം അവന്റെ കയ്യിൽ നിന്ന് തിന്മ സ്വീകരിക്കാൻ മടിക്കുന്നുവോ? എനിക്കിതൊരു ഭയങ്കര ചോദ്യമാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ജോബ് പറഞ്ഞത് ശരിയായില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് തിന്മ വരുമോ? കർത്താവേ, അങ്ങയുടെ കരങ്ങളിൽ നിന്ന് എങ്ങനെ തിന്മ വരുന്നത്? ഞാൻ കുറേ ദിവസം ഇത് മനനം ചെയ്ത് നടന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഇതിനെന്താണ്, എങ്ങനെയാണ് അങ്ങയുടെ കരങ്ങളിൽ തിന്മ വരുന്നത്? പെട്ടെന്ന് ഒരു ദിവസം കർത്താവ് എനിക്കൊരു ഉൾക്കാഴ്ച തന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ കയ്യിൽ നിന്ന് തിന്മ വരില്ല, പക്ഷെ തിന്മയായത് മറ്റെല്ലാവരുടെയും കരങ്ങളിൽ നിന്ന് വരാം. ഒരു പക്ഷേ പിശാച് കൊണ്ടിടാം, പിശാച് ഉപയോഗിച്ച മനുഷ്യരുടെ കയ്യിൽ നിന്നൊക്കെ തിന്മ വരാം. എന്നാൽ അവരുടെ ആരുടെയും കയ്യിൽ നിന്നോ പിശാചിന്റെ കയ്യിൽ നിന്നോ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യവും സ്വീകരിക്കരുത്. തിന്മ സ്വീകരിക്കരുത്. തിന്മയായ ഒരു കാര്യവും സ്വീകരിക്കരുത്. നമ്മുടെ പണി എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചു വേദനിപ്പിച്ചു നമ്മൾ അവരിൽ നിന്നങ്ങ് സ്വീകരിക്കും, പക്ഷെ അവരോട് വെറുപ്പാവും. എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെടും, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ തിന്മ പോലെ സംഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു ഈശോയെ എന്ന് ഞാൻ പറഞ്ഞു സ്വീകരിക്കാൻ തുടങ്ങി. തിന്മയായവ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം തിന്മയായവ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് തിന്മ വരാത്തത് കൊണ്ട് അത് മുഴുവൻ നന്മയാക്കി തീർക്കും. ഒരു ഹല്ലേലൂയ പറയാം മേലെ. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അത് സ്വീകരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കാക്കി മാറ്റും. പിശാചിന്റെ കയ്യിൽ നിന്ന് പോലും തിന്മ വന്നാലും അത് അവന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്, അത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് മേടിക്കണം. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് മേടിക്കുമ്പോൾ അത് തിന്മയാണെങ്കിൽ പെട്ടെന്ന് അത് നന്മയാക്കി കർത്താവ് മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു കാര്യം, എൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടിനെ മാറ്റിയിട്ട് സഹന സന്തോഷത്തോടെ സ്വീകരിച്ച് സ്തുതിച്ച് പാടി സഹനത്തിലൂടെ പോകാൻ ഇടയാക്കിയ മറ്റൊരു കാര്യം, കർത്താവിന്റെ വചനം ഫൾട്ടൻ ജഷീന്റെ ബുക്കിൽ നിന്നാണ് ആ ചിന്ത കിട്ടുന്നത്. ഫൾട്ടൻ ജഷീൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഈശോ എവിടെയെല്ലാം പീഡാനുഭവത്തെക്കുറിച്ച് തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് പ്രവചിച്ചോ അവിടെയെല്ലാം ഉയർപ്പും ചേർത്തേ അവൻ പ്രസംഗിച്ചിട്ടുള്ളൂ. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. അതിൻ്റെ അകത്ത് എന്താ ഇത്ര കാര്യം ഇരിക്കുന്നത്? പക്ഷെ അതിൻ്റെ അകത്തുനിന്ന് കർത്താവ് എനിക്ക് കുറേ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ഈശോ ഒരിടത്തും പീഡാനുഭവം മരണം കൊണ്ട് നിർത്തിയിട്ടില്ല. ഈശോ പീഡാനുഭവം മരണത്തെക്കുറിച്ചും പ്രവചിച്ച കൂട്ടത്തിൽ തന്നെ ഉയർപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയും പ്രശ്നം ഇതാണ്. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ, യേശു വിശ്വാസിയാണെങ്കിൽ, എൻ്റെ വേദനയെക്കുറിച്ച്, കഷ്ടത്തെക്കുറിച്ച്, തകർച്ചയെക്കുറിച്ച്, കടബാധയെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച് ഇനി ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, ഈശോ എനിക്ക് വന്ന വെളിപ്പെടുത്തലാണ്, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ, ഇത് കഴിഞ്ഞിട്ട് ദൈവം തരാൻ പോകുന്ന വലിയ മനോഹരമായ സമയത്തെക്കുറിച്ച് കൂടെ കാണുകയും വിശ്വസിക്കുകയും പറയുകയും ചെയ്യാതെ സഹനത്തെക്കുറിച്ച് പറയരുത്. പ്രൈസ് ദി ലോർഡ്. പിടികിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. എൻ്റെ രോഗം, എനിക്കൊരു രോഗം വന്നു, രോഗത്തെക്കുറിച്ച് ഇനി ഞാൻ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുന്നത് രോഗം സൗഖ്യപ്പെടുത്തുന്ന കർത്താവിന്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലാതെ ഞാൻ രോഗത്തെക്കുറിച്ച് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ആളുകളെ ചിന്തിക്കുക പോലും ചെയ്യരുത്. കടബാധ്യതയെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നെങ്കിൽ, കടബാധ്യത എൻ്റെ കർത്താവ് മാറ്റി തന്നിട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന മനോഹരമായ സമയത്തെക്കുറിച്ച് കണ്ടല്ലാതെ ഒരു വിശ്വാസി ഇനി കടബാധ്യതയെക്കുറിച്ച് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, 10-ാം അധ്യായത്തില്, റോമ 10 ഇങ്ങനെ വായിക്കുന്നു, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു, അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അധരം കൊണ്ട് ഏറ്റുപറയണം.
ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അതിനെ കൊണ്ട് ഏറ്റു പറയണം. എൻ്റെ ആദ്യത്തെ സർജറിക്ക് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഉണ്ടായ ഒരു ചിന്തയാണ്, അതിലൂടെ കർത്താവ് തന്ന ഒരു ചിന്തയാണ്. ഒരു അശരീരി പോലൊരു ശബ്ദം കേട്ടു. അശരീരി പോലുള്ള ശബ്ദം ഇങ്ങനെയായിരുന്നു: രക്ഷയില്ല എന്നൊരു വാക്കിന് നീ മിണ്ടിപ്പോകരുതെന്നാണ്. അതെന്തൊരു വാക്കാന്ന് ഞാൻ ഓർത്തു. അശരീരി പോലെ കേട്ടതാണ്. രക്ഷയില്ല എന്നൊരു വാക്ക് ഇനി മിണ്ടിപ്പോകരുത്. ഞാൻ സർജറിക്ക് പോയി തിരിച്ചു വന്നു. ICUലായിരുന്നപ്പോഴും റൂമിലായിരുന്നപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇതെന്താണ്? അപ്പം ഈശോയുടെ ആണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈശോയെ ഇങ്ങനെ ഒരു സന്ദേശം, ഇതെന്താ ഈശോ ഇതിൻ്റെ അർത്ഥം? കൂടുതൽ ചോദിച്ചപ്പോൾ ഈശോ ഒരു കാര്യം പറഞ്ഞത് മനസ്സിലാക്കി തന്നു. ഞാൻ കോളേജ് കാലം മുതൽ എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് രക്ഷയില്ല എന്നൊരു വാക്ക്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു, കളിക്കാൻ പോകുന്ന കാലമുണ്ട്. അപ്പം കൂട്ടുകാരെ വിളിച്ചിട്ട്, എടാ ഇന്ന് കളിക്കാൻ വരുന്നുണ്ടടാ, ചെല്ലുന്നില്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു, രക്ഷയില്ലടാ. പരീക്ഷ എങ്ങനെ ഉണ്ടടാ? രക്ഷയില്ലടാ. രക്ഷയില്ല എന്ന വാക്ക് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നതായിട്ട് കർത്താവ് കാണിച്ചു തന്നു. അപ്പം ഞാൻ ഓർത്തു, ഈശോയെ, രക്ഷയില്ല എന്നൊരു വാക്ക്, രക്ഷ കൃപയാണ്. ദൈവത്തിൻ്റെ യേശു നേടിത്തന്നതാ നമുക്ക് രക്ഷ. അവൻ കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടി രക്ഷ പൂർത്തിയാക്കിയതാ. അവൻ പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിക്കൊണ്ട് ആധിപത്യത്തോടും അധികാരത്തോടും കൂടെ ഉപവിഷ്ടനായിക്കൊണ്ട് നമുക്ക് രക്ഷ പൂർത്തിയാക്കി തന്നിട്ട് അവന് സൗഖ്യത്തിന്റെ സാധ്യത ഉണ്ടായിട്ട് അവന് നിന്ന് സൗഖ്യം ഒഴുകുന്നു. അവന്റെ അടിപ്പടയിൽ നിന്ന് സൗഖ്യമുണ്ടെന്ന് വചനം പറയുന്നു. അവന്റെ തിരുമുറിവിൽ സൗഖ്യം ഒഴുകുന്നു. ഇതെല്ലാം ഉണ്ടായിട്ട് നെഗറ്റീവായിട്ടുള്ള വാക്കിനി ഞാൻ പറയരുതെന്ന് കർത്താവ് എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഒരു വശം കൊണ്ട് രക്ഷയില്ല എന്നൊരു വാക്ക് എൻ്റെ ജീവിതത്തിലെ ഡിക്ഷണറിയിൽ നിന്ന് മാറ്റി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ആരുടെയും ജീവിതത്തിൽ രക്ഷയില്ല എന്നൊരു വാക്കിനി ഞാൻ പറയത്തില്ല. രക്ഷയില്ലാതെ ആരെക്കുറിച്ചും പറയില്ല. യേശുവിൽ വിശ്വസിക്കുക എന്നാൽ സാധ്യതയുടെ ഒരു ലോകം തുറക്കുക എൻ്റെ മേൽ, നമ്മുടെ എല്ലാവരുടെ മേൽ. യേശുവിൽ വിശ്വസിക്കുക എന്നാൽ ഞാൻ സാധ്യതയുടെ, എൻ്റെ മേൽ ഇനി ഒരു സാധ്യതയുടെ ലോകം തുറക്കുക. ഇനി എനിക്ക് രക്ഷയുടെ സാധ്യതയുള്ളൂ, ആത്മരക്ഷ. എനിക്കിനി സൗഖ്യത്തിന്റെ സാധ്യതയുള്ളൂ, വിടുതലിന്റെ സാധ്യതയുള്ളൂ, മോചനത്തിന്റെ സാധ്യതയുള്ളൂ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു, ദൈവം എന്നെ സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ നശിച്ചു പോകാൻ ഇനി ദൈവം അനുവദിക്കുമോ? അതുകൊണ്ട് രക്ഷയില്ല, ഇനിയെല്ലാം നാശമാണ്, കഷ്ടമാണ്. ഈ നെഗറ്റീവ് വാക്ക് ഉപയോഗിക്കുന്നത് നിർത്തണം. ഹൃദയത്തിൽ ഇനി പരിശോധിക്കാം. നെഗറ്റീവ് വാക്ക് രക്ഷയില്ല എന്നൊരു ചിന്ത രൂപപ്പെടുന്ന ധാരാളം കാര്യമുണ്ട്. നമുക്കറിയാം, കടബാധ്യതയെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച്, കഷ്ടപ്പാടിനെക്കുറിച്ച്, ക്യാൻസറിനെ കുറിച്ചൊക്കെ നമുക്ക് ആദ്യമേ ഇത് കേൾക്കുമ്പോഴേ ഉണ്ടാവുന്നത്. ക്യാൻസറിനെ കുറിച്ച് കേട്ട ഉടനെ നമുക്ക് ഉണ്ടാവുന്ന ചിന്ത എന്താ? യേശുവിന്റെ പക്കൽ വന്ന എല്ലാവരെയും കർത്താവ് സൗഖ്യപ്പെടുത്തി. ആദ്യം സാധ്യതയില്ല, രക്ഷയില്ല എന്ന ചിന്ത, ബോധ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റിയാൽ സാധ്യതയുടെ ദൈവം അത്ഭുതത്തിന്റെ നീരുറവ ഒഴുക്കും നമ്മുടെ ജീവിതത്തിലേക്ക്. സൗഖ്യത്തിന്റെ വലിയ കൃപ ഒഴുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എല്ലാം ഡാമേജ് ആയിട്ട് പോയി. ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ടാബ്ലറ്റ് എടുക്കണം. രാവിലെ 3.5 ഗുളിക എടുക്കണം, ഉച്ചയ്ക്ക് 1 ഗുളിക എടുക്കണം, വൈകിട്ട് 3 ഗുളിക എടുക്കണം. ഒരു ഗുളിക കഴിച്ചാലേ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 1 ഗുളിക കഴിക്കുന്നത് കുടിക്കുന്ന വെള്ളം ശരീരത്തിൽ പിടിക്കാൻ വേണ്ടിയാ, അബ്സോർവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാ. ഗ്രോത്ത് ഹോർമോൺസ് ഇല്ലാത്തതുകൊണ്ട് കൊളസ്ട്രോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. കൊളസ്ട്രോളിൻ്റെ ടാബ്ലറ്റ് എടുക്കണം. വേറെ കുറേ ഹോർമോണൽ ഡെഫിഷ്യൻസി ഉണ്ട്. മസിൽ പവർ നിൽക്കണമെങ്കിൽ എല്ലാ മാസവും ഇഞ്ചക്ഷൻ എടുക്കണം. എൻ്റെ ഫയൽ നോക്കിയാൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ച കുറേ രഹസ്യങ്ങളിൽ വചനത്തിൻ്റെ രഹസ്യം, അവൻ വചനം തന്നെയാണ്. അവൻ വചനം യേശുവാണ്. അവൻ്റെ കുറേ വെളിപ്പെടുത്തൽ കിട്ടിയപ്പോൾ അവനെ മുറുകെ പിടിച്ചിട്ട് ഇന്ന് കേരളത്തിലുടനീളവും ഭാരതത്തിൽ പലയിടങ്ങളിലും എല്ലാം പോയി വചനം പ്രഘോഷിക്കാൻ, ധ്യാനം കൊടുക്കാൻ കർത്താവ് ഇന്ന് എന്നെ അനുവദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. മെന്റൽ ഡിപ്രഷന്റെ കാരണം ഹോർമോണൽ ഇംബാലൻസ് ആയിരുന്നു. അത് മാറിയപ്പോൾ മെന്റൽ ഡിപ്രഷൻ മാറി. ഫസ്റ്റ് സർജറിക്ക് പോയപ്പോൾ തന്നെ ആ പണി നിർത്തി, സൈക്കാട്രിസ്റ്റിനെ കാണില്ല, നിർത്തി. അതിൻ്റെ ആവശ്യം പിന്നീട് ഉണ്ടായേയില്ല. അതൊരു വലിയ കർത്താവ് കൃപയാക്കി തീർത്തു. ആദ്യം മെന്റൽ ഡിപ്രഷൻ ഉണ്ടായപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ഇനി സുവിശേഷം പ്രസംഗിക്കില്ലെന്ന്. അത് മാറ്റിയിട്ട് വീണ്ടും സുവിശേഷം പ്രസംഗിക്കാൻ ആരംഭിച്ചു. ഫസ്റ്റ് സർജറി ഞാൻ ഓർത്തു ഇനി ആ സർജറിയോട് തീരും.
എന്നാൽ കർത്താവിൻ്റെ വാക്കുണ്ട്, അവനിൽ ഉറച്ചു വിശ്വസിക്കണം, അവനിൽ മുമ്പോട്ട് പോകണം. എന്നാൽ രണ്ടാമത്തെ സർജറി, കർത്താവെ ഇനി ഞാൻ സുവിശേഷം പ്രസംഗിക്കുവോ? മൂന്നാമത്തെ സർജറി, ഇനി ഞാൻ സുവിശേഷം പ്രസംഗിക്കുവോ? 3 സർജറിയിലേക്കൂടെയും പോയപ്പോൾ ഞാൻ കർത്താവിനോട് ഒരു കാര്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് തന്നൊരു പ്രാർത്ഥനയാണ്, ഈശോയെ നിന്നെ മഹത്വപ്പെടുത്താൻ അല്ലെങ്കിൽ നീ എന്നെ തിരിച്ചുവിടണ്ട. ഇനി ഈ ജീവിതത്തിൽ നിന്നെ മഹത്വപ്പെടുത്താതെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ഈ ജീവിതം ഈശോയെ, ഇനി ഒരു ജീവിതമുണ്ടെങ്കിൽ അത് അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് മാത്രം മതി എന്ന് ഞാൻ ഈശോയോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ കർത്താവ് എന്നെ വീണ്ടും തിരിച്ചുവിട്ടു. മറ്റൊരാളുടെ വലിയ പ്രാർത്ഥന എൻ്റെ സൗഖ്യത്തിനുണ്ട്. ആദ്യത്തെ സർജറി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഡാഡി മരിച്ചുപോയി. ആദ്യത്തെ സർജറിക്ക് വേണ്ടിയിട്ട് പോകുമ്പോൾ എൻ്റെ ഡാഡിയുടെ ഒരു പ്രാർത്ഥന, ഡാഡി പറഞ്ഞു, എനിക്ക് ഇനി ഈ ലോകത്തിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, എൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ചെയ്തു തീർത്തു കർത്താവേ, എന്നാൽ ഇവനെ തിരിച്ചു വിടുക, എന്നെ എടുക്കുക എന്ന് കർത്താവ് ഡാഡിയോട് പറഞ്ഞു. 6 മാസം കഴിഞ്ഞപ്പോൾ ഡാഡി മരിച്ചു. ഫസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ഡാഡി മരിച്ചു. ഇതാ ദൈവം എന്നെ തിരിച്ചു വിട്ടു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഡാഡി മരിക്കുമ്പോൾ എൻ്റെ അമ്മയും ഞങ്ങൾ സഹോദരങ്ങളും മക്കളും എല്ലാം വട്ടത്തിൽ നിന്ന് സ്തുതിച്ച് മഹത്വപ്പെടും. ഞങ്ങൾ സ്തുതിക്കുമായിരുന്നു. ഹല്ലേലൂയ 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 എന്ന് പറഞ്ഞ് സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ ഇടയാക്കി. സ്തുതിയുടെ ജീവിതം അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. വലിയ വലിയ കൃപ അഭിഷേകം വരും. സ്തുതിക്കുന്നവരുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരും. സ്തുതിക്കുന്ന വ്യക്തികളിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരും. അവൻ സ്തുതികളിൽ വസിക്കുന്നവനാണെന്ന് നമുക്ക് വചനം അറിയാമല്ലോ. അവൻ സ്തുതികളിൽ സിംഹാസനസ്ഥനാണ്. വിടുതൽ സംഭവിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുമ്പോഴാ, അഭിഷേകം സംഭവിക്കുന്നത് കർത്താവിൻ്റെ സാന്നിധ്യം വരുമ്പോഴാ, അവൻ നമ്മളെ പൊതിയുമ്പോഴാ, അവൻ നിറയുമ്പോഴാ, നമുക്ക് യേശുവിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ എപ്പോഴും സ്തുതിയുടെ ക്രിസ്ത്യാനിയുടെ പണിയാ. സഭ ഒരു ആരാധനാ സമൂഹമാണെന്ന് നമുക്കറിയാം. നമുക്ക് വിശുദ്ധ കുർബാനയോട് ഒത്തുചേർന്ന് ഹൃദയത്തിൽ എപ്പോഴും ആരാധനയുടെ സ്തുതിയുടെ ഒരു ജീവിതം ഉണ്ടാകട്ടെ. അതിന് ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാ അവസ്ഥയിലും കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ. അങ്ങനെ വലിയ വിടുതലിൻ്റെ കൃപ അനുഭവിക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവർക്കും വിടുതലിൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കണം. അനുദിനം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഹൃദയത്തിലെല്ലാം എപ്പോഴും ആരാധനയുടെ വലിയ മനോഹാരിത തന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയെ സ്നേഹിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി എല്ലാ സാഹചര്യങ്ങളും ജീവിക്കാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കഷ്ടപ്പാടിലും വേദനയിലും ഐശ്വര്യത്തിലും അനുഗ്രഹത്തിലും സന്തോഷത്തിലും എല്ലാം അങ്ങയുടെ പുത്രനായ ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തി ജീവിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപാഭിഷേകം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ അപേക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.